10നും 19നും ഇടയിലുള്ള നമ്മുടെ കുട്ടികൾ ബിഗ് ട്രബിളിലാണ്. അവരെ അറിയുന്നവരോ അവരുടെ പാരൻസോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ ട്രെൻഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സെഫോറ കിഡ്സ്. 10 വയസ്സിനും അതിനു മുകളിലുമുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, ബ്യൂട്ടി, മേക്കപ്പ്, സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ അമിതമായി ഉപയോഗിക്കുന്നു എന്നതാണ്. 2010നും 2025നും ഇടയിൽ ജനിച്ച ആൽഫ ജെൻ കിഡ്സ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും വീഡിയോസ് കണ്ട് ബ്യൂട്ടിയിലും സ്കിൻ കെയറിലും മതിഭ്രമരാകുന്നു. കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് ഡെർമറ്റോളജിസ്റ്റുകൾ പറയുന്ന ആന്റി ഏജിംഗ് ക്രീമുകൾ പോലും അവർ ഈ 10 വയസ്സുകളിൽ ഉപയോഗിക്കുന്നു. ഇൻഫ്ലുവൻസേഴ്സിന്റേതും നോർമൽ സ്കിൻ ആണെന്നും ഈ മേക്കപ്പിന്റെയും ലൈറ്റിംഗിന്റെയും സഹായത്തോടെയാണ് അവർക്ക് ഈ ഗ്ലാസി ഗ്ലോ സ്കിൻ വരുന്നതെന്നും മനസ്സിലാക്കാതെ. Look at my skin right now. I have pores. This is normal skin. But then watch this. Same skin, different lighting. Same skin, same day. Makeup. ഈ പഠിച്ച് കളിച്ച് നടക്കേണ്ട ഈ ചെറുപ്രായത്തിൽ തന്നെ ബ്യൂട്ടിയുടെയും സൗന്ദര്യബോധത്തിന്റെയും ഈ സോഷ്യൽ ഇൻസെക്യൂരിറ്റിയിൽ അവരും വീണുപോകും. ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, നല്ല ബ്ലാക്ക് ആയിരുന്നു, ഞാനാണ് ഇപ്പൊ ഇങ്ങനെ ആയത്. ഒരു ലിപ്സ്റ്റിക്കോ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഉപയോഗിക്കുന്നത് തെറ്റാണെന്നല്ല, മറിച്ച് അത് അവരുടെ സെൽഫ് എസ്റ്റീമിനെയും ബോഡി ഇമേജിനെയും മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഈ എക്സ്റ്റേണൽ ബ്യൂട്ടിയുടെ മായിക ലോകത്ത് അമിതമായി വീണുപോകുന്ന ഈ സെഫോറ കിഡ്സിനെ ഉണ്ടാക്കുന്നത് സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി എന്നത് ഞാനും നിങ്ങളുമാണ്. ഈ വളർന്നു വരുന്ന പുതിയ ട്രെൻഡ് ശ്രദ്ധിക്കേണ്ടവരെ അറിയിക്കൂ.